ഞങ്ങൾ പിടിപ്പിച്ചു തരാം. എന്നാൽ നിങ്ങളത് ശ്രദ്ധിച്ചില്ലായിരുന്നോ, ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകത്തില്ലായിരുന്നോ നമ്മൾ ചോദിക്കുമ്പോൾ അവർ ആ ഭാഗം ഞങ്ങൾ നോക്കിയില്ല, നമ്മൾ സർവീസ് മാത്രമാണ് ചെയ്തത്. നിങ്ങളുടെ വാഹനത്തിൻ്റെ ഒരു നട്ട് ലൂസായിപ്പോയി. നട്ട് ലൂസായി പോകുന്ന ഇത്ര വലിയ സംഭവമാണോ? അതെ, ഒരു വലിയ സംഭവം തന്നെയാണ്. കാരണം നമ്മുടെ വാഹനം നമ്മൾ പണ്ട് തൊട്ടേ കേട്ടിട്ടുള്ള നട്ടിലും ബോട്ടിലും ഒക്കെയാണ് ഓടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സമയത്ത് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഒരു നട്ട് ലൂസായി അല്ലെങ്കിൽ നട്ട് ലൂസായി ഊരി വഴിയിലോട്ട് പോയി, ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. വാഹനം ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, മാരുതി അല്ല, അത് ആദ്യം തന്നെ എടുത്ത് പറഞ്ഞേക്കാം. അത് വേറൊന്നും കണ്ടില്ല, എൻ്റെ വാഹനം അല്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, അല്ല വേറൊന്നുമല്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. നിങ്ങൾ സർവീസ് ചെയ്യുന്ന കൃത്യമായിട്ടൊരു സർവീസ് സെൻറ്ററിൽ തന്നെയാണ് സർവീസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ സർവീസ് സെൻറ്ററിൽ ചെന്ന് ചോദിക്കുക, എൻ്റെ വാഹനത്തിൻ്റെ ഇന്ന സ്ഥലത്തുള്ളൊരു നട്ട് ഊരിപ്പോയി, എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അവർ പറയും ഞങ്ങൾ പിടിപ്പിച്ചു തരാം. എന്നാൽ നിങ്ങളത് ശ്രദ്ധിച്ചില്ലായിരുന്നോ, ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകത്തില്ലായിരുന്നോ നമ്മൾ ചോദിക്കുമ്പോൾ അവർ ആ ഭാഗം ഞങ്ങൾ നോക്കിയില്ല, നമ്മൾ സർവീസ് മാത്രമാണ് ചെയ്തത്. ഇങ്ങനെ കുറച്ച് പേരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം, എന്നാലും ഞാനതൊന്ന് പറയുകയാണ്. ഇങ്ങനൊരു പ്രശ്നം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു പ്രശ്നം വന്നാൽ എന്ത് ചെയ്യും? ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇങ്ങനൊരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ വാഹനം ഒരു സർവീസ് സെൻറ്ററിൽ കൊണ്ട് കൊടുക്കുമ്പോൾ, സർവീസ് സെൻറ്ററാണ്, അതായത് ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് ആ വാഹനത്തിൽ സർവീസ് വർക്ക് ചെയ്യുന്നു. ഇപ്പം ഒരു ക്ലച്ച് റിലേറ്റഡ് ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർ ക്ലച്ച് റിലേറ്റഡ് വർക്ക് മാത്രം നോക്കത്തുള്ളൂ. എന്നാൽ കൂടി തന്നെ ഈ വാഹനം ഓടിച്ച് നോക്കുമ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും കൂടെ അവർ ചെക്ക് ചെയ്യണം. പക്ഷേ ബ്രേക്കൊന്നും അഴിച്ച് നോക്കണമെന്ന് ഞാൻ പറയത്തില്ല, കാരണം അത് നടക്കുന്ന കാര്യമല്ല. പക്ഷേ ഒരു സർവീസ് ചെയ്യാൻ വേണ്ടി കയറുകയാണ്, അതായത് ഒരു പെയ്ഡ് സർവീസ് ആകട്ടെ, റണ്ണിങ് റിപ്പയർ ആകട്ടെ. റണ്ണിങ് റിപ്പയർ എന്ന് പറയുമ്പോഴത്തേക്കും ആനുവലി ആയിട്ടുള്ള പെയ്ഡ് സർവീസ് പോലെ അല്ലെങ്കിൽ ആനുവലി ആയിട്ടുള്ള ഒരു മെയിൻ്റെനൻസ് സർവീസ് പോലെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഓയിൽ മാത്രം മാറി, ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് മാറി, ബ്രേക്കിംഗ് ക്ലീൻ ചെയ്തു, എയർ ഫിൽറ്റർ മാറി വണ്ടി തന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. മെയിൻ്റെനൻസ് ഷെഡ്യൂൾ പ്രകാരം വാഹനത്തിൻ്റെ നട്ട് ബോൾട്ടുകളെല്ലാം ടോർക്ക് ചെയ്യണം. അതായത് ഏത് ടോർക്ക് ലിമിറ്റാണോ ആ ടോർക്ക് ലിമിറ്റിൽ ഇതെല്ലാം കൃത്യം ടോർക്കാണോ നോക്കണം. കാരണം ഒരു വാഹനം ഓടുമ്പോൾ എങ്ങനെയാണ് ഒരു നട്ട് അഴിഞ്ഞു പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈബ്രേഷൻസ് കൊണ്ട്. നമ്മുടെ വാഹനത്തിൽ നമുക്കറിയാം വൈബ്രേഷൻസ് ഉണ്ടാകുന്നുണ്ട്. ഈ വൈബ്രേഷൻ കൊണ്ട് പതുക്കെ അനങ്ങി അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്ത് നമ്മുടെ വാഹനത്തിൻ്റെ നട്ടും കാര്യങ്ങളൊക്കെ ലൂസ് ആകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴെങ്കിലും ഇതുപോലത്തെ ഒരു പ്രശ്നം ഫേസ് ചെയ്താൽ ധൈര്യമായിട്ട് നിങ്ങൾ ചെയ്യുന്നൊരു ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിലാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ റൈറ്റ്സ് ഉണ്ട്. ഇനി മറ്റേ സ്ഥലങ്ങളിൽ ചോദിക്കാൻ റൈറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചോദിക്കാം, പുറത്ത് എവിടെയെങ്കിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ചോദിക്കാം. പക്ഷേ അവരിപ്പോൾ പറയാം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ മിണ്ടാൻ പറ്റത്തില്ല. പക്ഷേ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും മിണ്ടാം. കാരണം അതൊരു ഒഫൻസാണ്, നിങ്ങൾക്കൊരു കേസ് വരെ ഫയൽ ചെയ്യാൻ സാധിക്കും. ഒരു പോയിന്റ് ഓഫ് വ്യൂ മാത്രമല്ല, അത് കൃത്യമായിട്ടൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ പേ ചെയ്താണ് നമുക്കൊരു സർവീസ് കിട്ടുന്നത്. ആ കിട്ടുന്നൊരു സർവീസ് പ്രോപ്പർ ആയിരിക്കണം എന്നുള്ളത് അവരും അഷ്വർ ചെയ്യണം, നമ്മളും അഷ്വർ ചെയ്യണം. അതായത് നമുക്ക് കിട്ടിയ സർവീസ് പ്രോപ്പറാണോ നമ്മൾ നോക്കണം. നമ്മുടെ പല സിസ്റ്റത്തിലും ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ പല സിസ്റ്റം ഉണ്ട്, പക്ഷെ പല കസ്റ്റമേഴ്സിന് ഇത് അറിയത്തില്ല. നിങ്ങളറിയണം, നിങ്ങളുടെ വാഹനത്തിലൊരു സർവീസിൻ്റെ ഒരു ഫോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഏത് രീതിക്ക് ക്ലിയർ ആക്കാൻ പറ്റും. ഇനി അത് ക്ലിയർ ആക്കി കിട്ടിയില്ലെങ്കിൽ ഏതൊരു എക്സ്റ്റെൻറ്റ് വരെ പോകാമെന്നുള്ളതും കൂടെ നോക്കണം. പക്ഷേ ഈ പറയുന്നൊരു കാര്യം പലരും ചെയ്യുന്നൊരു രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം പുറത്ത് ചെയ്യുമായിരിക്കും. അതിനുശേഷം കംപ്ലയിൻറ്റ് വരുമ്പോൾ സർവീസ് സെൻറ്ററിൽ കൊണ്ടു കൊടുത്തിട്ട് അവർ ചെയ്തത് ശരിയായില്ലെന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം ഫ്രം ദ ബോട്ടം ടു ദ ടോപ്പ്, നിങ്ങളിപ്പോൾ നിൽക്കുന്ന ലെവൽ വരെ നിങ്ങൾ സർവീസ് സെൻറ്ററിൽ, അതായത് ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിലാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഒരു കംപ്ലയിൻറ്റും എക്സിസ്റ്റിങ്ങിൽ ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യം ഞാനൊരു അഷുറൻസ് തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പുറകിൽ നടക്കാൻ സാധിക്കും. ചുമ്മാ നിങ്ങൾ നടന്ന സമയം കളയണമെന്നല്ല ഞാൻ പറഞ്ഞത്, അത് കൃത്യമായിട്ടുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ പേഴ്സണലായിട്ട് തന്നെ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. വിളിച്ച് ചിലപ്പോൾ കിട്ടത്തില്ലായിരിക്കും, എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാൻ ഞാനും കൂടെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് തരുന്നതായിരിക്കും.